പിന്നെന്താ ഐഡിയ മാറ്റിയത്? വീട്ടിലാവുമ്പോ അതിനൊരു പുതുമയില്ലല്ലോ. എന്നും കാണുന്ന ചെറിയ ഹാള്, ചെറിയ റൂംസ്, ചെറിയ സിറ്റ് ഔട്ട്, അതുകൂടാതെ എന്നും കാണുന്ന മുഖങ്ങളും. അത് പോരെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ട് തോന്നണമെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് തന്നെ ആഘോഷിക്കണം. ജയന്തിയോടും സൗസവിനോടും നീ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴെത്തി? ഇവിടെ ഇതിനു മുൻപ് ഞാൻ ഒരിക്കലേ വന്നിട്ടുള്ളൂ. കൈലാഷ് സാറ് പരീക്ഷ ജയിച്ച് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ PKR സാർ എല്ലാവർക്കും ഒരു പാർട്ടി തന്നില്ലേ അന്ന്. ഈ ഗസ്റ്റ് ഹൗസ് എങ്ങനെയാ സംഘടിപ്പിച്ചേ? അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൈലാഷ് സാറും ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ ക്ഷണിച്ചു. പക്ഷേ സാറിന് ഇന്നെന്തോ പൂജയോ മറ്റോ ഉണ്ടത്രേ, അതിന് പോണോന്ന്. എവിടെ വെച്ചാ പരിപാടിയെന്ന് കൈലാഷ് സാർ ചോദിച്ചപ്പോ ഞാൻ പതിയെ ഈ ഗസ്റ്റ് ഹൗസിന്റെ കാര്യം സൂചിപ്പിച്ചു. കൈലാഷ് സാർ അപ്പൊ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് ഇതിന്റെ കീ കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് കൈലാഷ് സാർ. വലിയ വലിയ VIP-കളെ താമസിപ്പിക്കുന്ന ഗസ്റ്റ് ഹൗസ് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ തുറന്നു തന്നില്ലേ? കൈലാഷ് സാറിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. സ്വന്തം വീട്ടിലെ ആളും എന്നും കാണുന്ന മുഖങ്ങളും പോരാൻ തോന്നിയോണ്ട് ആഘോഷം നീ ഇങ്ങോട്ട് മാറ്റിയെന്നല്ലേ പറഞ്ഞത്? സ്ഥലം മാത്രമല്ലേ മാറുന്നുള്ളൂ. ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് എന്നും നിന്റെ വീട്ടിൽ വരാറുള്ള ഞങ്ങളൊക്കെ തന്നെയല്ലേ? നിങ്ങളുണ്ട്, വേറെ ഗസ്റ്റും ഉണ്ട്. ഗസ്റ്റോ? അതാരാ? സ്പെഷ്യൽ ഗസ്റ്റാ. 5-6 പേരുണ്ടാവും. ആരാന്ന് പറ. അത് സർപ്രൈസ്. എനിക്ക് മനസ്സിലായി. കരുണാകരൻ സാറും രഘുവും നിഷ ചേച്ചിയും ഉഷ ചേച്ചിയും സിന്ധുവും പിന്നെ എന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് കരുനാഗത്തിനെ വിളിക്കാനോ? എന്നിട്ട് വേണേ എല്ലാവരുടെയും മൂഡ് നശിക്കാൻ. ഉഷ ചേച്ചിയും നിഷ ചേച്ചിയും സാവിത്രി ചേച്ചിയൊക്കെ ഞാൻ വിളിച്ചതാ. അവർക്ക് വരാൻ പറ്റില്ല. ജോലി കഴിഞ്ഞ് പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പിന്നെ ആരാ സ്പെഷ്യൽ ഗസ്റ്റ്? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവര് വരുമല്ലോ, അപ്പൊ കാണാലോ. എന്നാലും അറിയാനൊരു ആകാംക്ഷ. അല്ല, പാറു വന്നില്ലേ? നിങ്ങൾ ഒരുമിച്ച് വരുമെന്നല്ലേ പറഞ്ഞത്? പരിപാടി കഴിയുമ്പോൾ ലേറ്റ് ആവോന്ന് അവക്കൊരു പേടി. 9 മണിക്ക് മുൻപ് എല്ലാവരും ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന് വാർഡന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടത്രേ. വാർഡനോട് പെർമിഷൻ ചോദിക്കാൻ പോയിരിക്ക. പെർമിഷൻ വാങ്ങിട്ട് വന്നാ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. അവള് നിന്റെ വീട്ടിലേക്കാ വരിക. പരിപാടി ഈ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് അവക്കറിയില്ലല്ലോ. ഇങ്ങോട്ടുള്ള വഴിയും അവക്കറിയില്ല. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നേക്കാം. നീ പോയി ഒരു കാര്യം ചെയ്യ. അമ്മയും ദർശനയും വീട്ടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കുക. നീ പോയി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇക്കാര്യം സർപ്രൈസ് ആയിരിക്കണം. അവർക്കൊരു സൂചന പോലും കൊടുക്കേ. ഞാനെന്ത് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും? അതൊന്നും എനിക്കറിയില്ല. നീ എന്തെങ്കിലും പറഞ്ഞ് അവരെവിടെ എത്തിക്കണം. ഏറ്റു കള്ളം പറയുന്ന കാര്യത്തിലേ എനിക്ക് PhD ഉള്ളതാ. എല്ലാരും വരുന്നതിന് മുമ്പ് ഹാൾ അലങ്കരിക്കണം. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ശരി, നീ പാറുനെ വിളിച്ച് റെഡിയായിട്ട് നിൽക്കാൻ പറ. എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല മാഡം. ജയന്തി ചേച്ചിയും സൗന്ദര്യമൊക്കെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. അവരൊക്കെ പോയിട്ട് ഞാൻ മാത്രം പോയില്ലെങ്കിൽ നാളെ മുതൽ അവരെല്ലാരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തിയാലോ? അവരുടെ കൂടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ കഴിക്കാൻ നിന്നില്ലെങ്കിലും കേക്ക് മുറിക്കുന്നവരെങ്കിലും നിൽക്കണ്ടേ? വൈകിയാലോ? ഒരു 9 മണിക്ക് മുൻപേ തിരിച്ചെത്തിയില്ലെങ്കിൽ മാഡം എന്നെ വഴക്കും അറിയില്ലേ? അതുകൊണ്ടാ ഇവിടെ വന്ന് മാഡത്തിനോട് ചോദിച്ചിട്ട് പോവാന്ന് കരുതിയത്. പൊക്കോട്ടെ മാഡം. പ്രിയന്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ? നിന്നെ ഞാൻ വിട്ടില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങും. അധികം വൈകരുത്. അയ്യോ ഇല്ല മാഡം. പ്രിയന്റെ വീട്ടിൽ പോകാൻ നിനക്ക് എന്തോ ഒരു താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നീ പോകുന്നതെന്ന് നീ തുറന്നു പറയുകയും ചെയ്തു. നിനക്ക് അവനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? പ്രിയൻ അങ്ങനെ മറ്റുള്ളവർക്ക് വിരോധം തോന്നുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവന് വലിയ കാര്യം. അവനോട് നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നാടും വീടും വിട്ടുവന്ന് നിൽക്കുന്നവർക്ക് അവൻ വലിയൊരു സഹായിയാ. പ്രത്യേകിച്ചും നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക്.
അത് മാഡം പറഞ്ഞത് ശരിയാ. പെൺകുട്ടികളെ മാത്രമേ സഹായിക്കൂ. ആ തെമ്മാടിയുടെ ശരിയായ സ്വഭാവം ആർക്കും മനസ്സിലായിട്ടില്ല. അതാ അയാളുടെ മിടുക്ക്. നീ എന്താ ആലോചിക്കുന്നത്? ആ, അത് ഹലോ പാറു, ജയന്തിയും സൗസവും മോഹനൊക്കെ ഇവിടെ എത്തി. നീ വരുന്നില്ലേ? ഞാൻ മാഡത്തിനോട് സമ്മതം ചോദിക്കുകയായിരുന്നു. മാഡം സമ്മതിച്ചു. ഞാൻ വരും. പ്രിയനാണോ? ആ അതെ മാഡം. ഫോണിങ് തന്നെ, ഞാൻ സംസാരിക്കാം. ഹലോ പ്രിയൻ, ഞാനാ ഭൂമിക. ഹലോ മാഡം. അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് എന്നെ ക്ഷണിക്കുന്നില്ലേ? അയ്യോ, അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. കൂടെ ജോലി ചെയ്യുന്ന 4 പേര് മാത്രമേ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ. അമ്മയെ കൊണ്ട് കേക്ക് കട്ടിയിക്കും, എല്ലാരും കൂടി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പ്രിയം വിളിച്ചാലും എനിക്ക് വരാൻ പറ്റില്ല. സിസിലി 2 ദിവസം ലീവാ. അതുകൊണ്ട് തന്നെ എനിക്കിവിടുന്ന് മാറാൻ പറ്റില്ല. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും അമ്മയുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. പ്രിയനത് ആലോചിക്കാറുണ്ടോ? അമ്മയെ സഹായിക്കാൻ പ്രിയൻ കുടുംബത്തിലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നുവെച്ചാ പ്രിയൻ ഒരു കല്യാണം കഴിക്കണമെന്ന്. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് മാഡം. ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ അമ്മയോട് സംസാരിക്കും. പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ മാഡത്തിനോട് പിന്നെ പറയാം. മതി, ഞാൻ പാറുവിന് കൊടുക്കാം. ഹലോ. അല്ല, ഇവിടേക്ക് വരാൻ ഭൂമിക മാഡം സമ്മതിച്ചു എന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴി അറിയില്ലല്ലോ. ഇല്ല. നീ റെഡിയായിട്ട് നിൽക്ക്, ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്യാനോ? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ബൈക്കുമായിട്ട് വരാന്ന്. ബൈക്കിൽ മുട്ടിമുട്ടി ഇരിക്കാനുള്ള ഇയാളുടെ അടവാ. വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നിനക്ക് എന്താ പാറു? ജയന്തിയും സൗസവും ഒക്കെ എന്റെ ബൈക്കിൽ കയറാറുണ്ട്. നിനക്ക് മാത്രം എന്താ? ആര് വേണേലും കേറിക്കോട്ടെ, ഞാനില്ല. പാറു, കൂടുതൽ നിർബന്ധിക്കണ്ട. ദൈവം തമ്പുരാൻ നിർബന്ധിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ബൈക്കിൽ വരില്ല. നീ പിന്നെ എങ്ങനെ വരും? നിനക്ക് വഴി അറിയില്ലല്ലോ. ഞാൻ ജയന്തി ചേച്ചിയോട് വഴി ചോദിച്ചോളാം. ചരക്ക് അയക്കാത്തതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് കസ്റ്റമർ വിളിച്ച് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ നമ്മൾ വെട്ടിമാറ്റണം.